നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ചടക്കത്തിന്റെ ഏറ്റവും ഉദാത്ത രൂപം ആത്മീയ നിയന്ത്രണമാണ്. പല വ്യക്തികളും വ്യത്യസ്ത കാഴ്ചപ്പാടിൽ ആത്മീയ നിയന്ത്രണത്തെ നിർവചിച്ചിട്ടുണ്ട്. എന്റെ നിയന്ത്രണം ഇതാണ്: ലക്ഷ്യം നേടാൻ തടസ്സം സൃഷ്ടിക്കുന്ന എന്തും തരണം ചെയ്യാൻ പാകത്തിന് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന പ്രവൃത്തിയാണ് ആത്മീയ നിയന്ത്രണം. മനസ്സിനെ പരിപൂർണമായി നിയന്ത്രിക്കാനുള്ള ശേഷി നേടിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്തും സാധ്യമാണ്. ലക്ഷ്യം നേടാൻ കഴിവുള്ള ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലും എന്തിനോടും ഒരു പോസിറ്റീവായ മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുക. ലക്ഷ്യം നേടാൻ സഹായിക്കാൻ കഴിവുള്ള ആളുകളെ തന്നിലേക്ക് ആകർഷിക്കാനും അയാൾക്ക് കഴിയും. നിങ്ങൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അതാണ് നിങ്ങൾ ആവർത്തിച്ച് പരിശീലിച്ചതും പ്രവർത്തിക്കുന്നതും സ്ഥിരമായ സ്വഭാവമായി തീരുന്നു. ആത്മീയ നിയന്ത്രണം എന്നതും ഒരു സ്വഭാവമാണ്. ആത്മീയ നിയന്ത്രണമുള്ളവരാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ആകണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ നിരന്തരം ശ്രമിക്കണം. മനസ്സിന് ശരിയായ പരിശീലനം ലഭിക്കുന്നില്ല എങ്കിൽ ആത്മീയ നിയന്ത്രണം നേടാനുള്ള യുദ്ധത്തിൽ പരാജയപ്പെടും. രാജ്യമെമ്പാടും അതിനുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താം. ആത്മീയ നിയന്ത്രണം കൈവരിക്കുന്നതിലെ നിപുണന്മാർക്ക് അവരുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്നു. അതിനു കഴിയുന്ന തീരുമാനങ്ങൾ എടുക്കുകയും അവ ശീലമായി തീരുന്നതുവരെ നിരന്തരം പരിശീലിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ എല്ലാ പ്രവൃത്തിക്കും ആവർത്തനം ആവശ്യമാണ്. ആത്മീയ നിയന്ത്രണം കൈവരിക്കണമെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. നിങ്ങളുടെ ആഗ്രഹങ്ങളെ വ്യക്തമായ ലക്ഷ്യങ്ങളാക്കി മാറ്റുക. നിങ്ങളുടെ തീരുമാനങ്ങൾ ഓരോ ദിവസവും ചിന്തയുടെയും പ്രവൃത്തിയുടെയും പിൻബലത്താൽ ദൃഢമാക്കുക. അവസരം കിട്ടുമ്പോഴൊക്കെ ലക്ഷ്യങ്ങൾ നവീകരിക്കുക. നല്ലതോ ചീത്തയോ ആയ ശീലങ്ങൾ ആർജിക്കാനുള്ള വഴികളാണിത്. ഒരിക്കൽ ഒരു ശീലം രൂപപ്പെട്ടാൽ വ്യക്തി അതിന്റെ ദാസനായി തീരും. ആ ശീലം ജീവിതത്തെ നിയന്ത്രിക്കും. ആത്മീയ നിയന്ത്രണം ഇല്ലാത്തവർ മിക്കവാറും ലളിതമായ വഴികളായിരിക്കും തിരഞ്ഞെടുക്കുക. പിന്നീട് ആ തെറ്റായ ശീലത്തിന്റെ അടിമകളായി അവർ മാറും. ഒരാൾ ആത്മീയ നിയന്ത്രണത്തിൽ നിപുണനായി തീർന്നാൽ അനായാസവും വേഗത്തിലും നേട്ടങ്ങൾ സ്വന്തമാക്കാം. വിജയത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. സ്വന്തം പരാജയങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ഉത്സാഹം ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ആത്മീയ നിയന്ത്രണമുള്ളവർ ഒരിക്കലും പരാജയങ്ങൾക്ക് ഒഴികഴിവുകൾ പറയില്ല. മറിച്ച് തങ്ങളുടെ ഓരോ പ്രവൃത്തിയുടെയും ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കും. ഭൂരിഭാഗം ആളുകളും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടെത്താൻ മറ്റുള്ളവരെ ആശ്രയിക്കുകയോ ജീവിതയാത്രയിൽ നേരിടേണ്ടി വരുന്നവരെയെല്ലാം അനിവാര്യമെന്ന് വിധിച്ച് സ്വീകരിക്കുകയോ ചെയ്യുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ വ്യക്തമാക്കുകയും അത് നേടാൻ ദിവസവും പ്രവർത്തിക്കുകയും വേണം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവ മുൻകൂട്ടി കണ്ട് പരിഹരിക്കുന്നതിന് പകരം പ്രശ്നമുണ്ടാകുമ്പോൾ സംശയാലുക്കളായി മാറും. നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന്മേൽ പോസിറ്റീവായ ഒരു ചിന്താ രീതി നിങ്ങൾക്കുണ്ടാവണം. ആത്മീയ നിയന്ത്രണത്തിന്റെ ഒരു ശീലമാണിത്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. എനിക്ക് അപരിചിതമായ ഒരു പുതിയ മനോഭാവം ഉണ്ടാക്കേണ്ടത് നേട്ടങ്ങൾ കൈവരിക്കാൻ ജീവിതത്തിൽ അത്യാവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. വിജയിക്കാൻ ജീവിതത്തിൽ വിജയിച്ച മറ്റുള്ളവരെ എനിക്ക് പഠിക്കണമായിരുന്നു. ഒട്ടേറെ സമയം ഞാൻ പുസ്തകങ്ങൾ വായിക്കുകയും വിജയത്തിന്റെ തത്വശാസ്ത്രം പഠിക്കുകയും ചെയ്തു. എന്റെ സ്വന്തം പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഞാൻ തന്നെ സ്വയം ഏറ്റെടുക്കണമായിരുന്നു. അടുത്ത ദിവസം എന്ത് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് മീതെ ഒരു ബോസ് ഇല്ലായിരുന്നു. ആത്മീയ നിയന്ത്രണമുള്ള ഒരു വ്യക്തിയായി വളരാൻ സ്വന്തം പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് വിജയിക്കാനുള്ള നിങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കാൻ വായന ഒരു നല്ല വഴിയാണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ദിവസവും പരിശോധിക്കുക. എനിക്ക് എന്റെ യാത്രയിൽ ഒട്ടേറെ പുതിയ വെല്ലുവിളികളും തടസ്സങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തു വന്നാലും ഞാൻ വിജയിച്ചിരിക്കും എന്നതായിരുന്നു എന്റെ തീരുമാനം. ഞാൻ എന്റെ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനായി ദിനചര്യ ഉണ്ടാക്കുകയും ചെയ്തു. കാര്യശേഷിയുള്ളവരാകാൻ ദിവസവും പ്രവർത്തിക്കണം. വെല്ലുവിളികളോ തടസ്സങ്ങളോ ഉണ്ടായാലും ദിവസവും പ്രവർത്തിക്കുക. ഓരോ ദിവസത്തെയും പുരോഗതി വിലയിരുത്തുക. എല്ലാ മഹാന്മാരായ ആളുകൾക്കും ജീവിതത്തിൽ വെല്ലുവിളികളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തകളെല്ലാം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുക. നമ്മുടെ ശീലങ്ങൾ മാറ്റിയെടുക്കാം. തെറ്റായ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പുതിയ ശീലങ്ങൾ പരിശീലിച്ചുകൊണ്ട് ഇത് സാധ്യമാണ്. നിങ്ങളുടെ എല്ലാ ശീലങ്ങളും പരിശോധിച്ച് ഏത് നിലനിർത്തണം ഏത് ഉപേക്ഷിക്കണം എന്ന് തീരുമാനിക്കുക.
നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിന് യോജിക്കാത്ത പ്രയോജനമില്ലാത്ത ശീലങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന പുതിയ ശീലങ്ങൾ ആർജിച്ചെടുക്കുക. ഈ തത്വം ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തിലും പ്രാവർത്തികമാക്കിയാൽ അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാം. ജീവിതത്തിന്റെ ഏറ്റവും സന്തുഷ്ടവും ഉത്തേജിപ്പിക്കുന്നതുമായ ഒരു വഴിയാണിത്. ഓർക്കുക, ചിന്തകൾ പ്രവൃത്തിയിലേക്കും പ്രവൃത്തി ശീലങ്ങളിലേക്കും ശീലങ്ങൾ സ്വഭാവ രൂപീകരണത്തിലേക്കും നയിക്കുന്നു. താങ്ക് യു.